ചേച്ചി. ഓ എല്ലാം കുളമായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പാർവതിയുടെ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ മഞ്ജുമയും കൂടെ വരും. അവള് വന്ന പ്ലാൻ ഒന്നും നടക്കില്ല. ഒരു ഐഡിയ ഉണ്ട്. മഞ്ജു ചേച്ചി നമ്മുടെ കൂടെ വരാതിരുന്ന പോരെ. അയ്യോ വാ, നമുക്ക് കാവലി തൊഴാൻ പോകുന്നതെന്ന് പറയാം. ജന്മം ചെയ്ത ചേച്ചി അവിടെ വരില്ല. കാവലി നാഗത്താമാരെ ചേച്ചിക്ക് അത്രയ്ക്ക് പേടിയില്ല. ഇത് വരുന്നുണ്ട്. ഹായ് മഞ്ജിമ, എല്ലാരും കൂടെ എവിടെ പോവാ? ഞങ്ങളെ ഒരിടം വരെ പോവാ. അത് എവിടെയെന്നാ ചോദിച്ചേ? ആ സ്ഥലത്തിന് പേരില്ലേ? അല്ല, ഏത് സ്ഥലമായാലും ഞാനും കൂടെ വരാം. നമുക്ക് ഒരുമിച്ച് പോവാം. ഒന്ന് ചുറ്റി അടിച്ചിട്ട് കുറേ ദിവസമായി. തുടക്ക്. എന്തിനേട്ടത്തി എന്നോട് ഇങ്ങനെ? അപ്പോ നീ ഇനി തുടക്കില്ല? തുടക്കടാ. എന്താടാ നീ എന്നെ നോക്കി പേടിപ്പിക്കണോ? എന്നോട് തുടക്കാനാ പറഞ്ഞത്. വിശ്വേട്ടാ, എന്താടി, എന്താ ഇവിടെ പ്രശ്നം? ഇവൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. പാറ തുടയ്ക്കാൻ പറഞ്ഞപ്പോഴേ എന്നെ നോക്കി കണ്ണുരുട്ടി കാണിക്കുന്നു. ഞാൻ ഇവിടെ മുഴുവൻ തുടച്ചതാ ഏട്ടത്തി. അപ്പോ മിണ്ടരുത് നീ. ഇവന്റെ ധിക്കാരം ഞാനൊന്ന് അവസാനിപ്പിക്കാം. ഇന്ദ്ര, ആ വടിയെടുത്തേ. ഇവരിന്ന് എന്താ അനുസരണക്കേടാ കാണിച്ചത്? ഒന്നും ചെയ്യില്ലേ? പറഞ്ഞനുസരണല്ലോ. പറഞ്ഞാ കേക്കില്ല അല്ലടാ. അയ്യോ, എന്റെ മോനെ ഒന്നും ചെയ്യില്ലേ, ഒന്നും ചെയ്യില്ലേ. എന്റെ കൊച്ചിനെ കൊച്ചിനൊന്നും ചെയ്യില്ലേ. ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട. ഇപ്പൊ ചെന്ന് കേറിയാലേ മോന് കിട്ടുന്ന അടി തള്ളക്കും കൂടെ കിട്ടും. അത് വേണം. അയ്യോ മോനെ. പത്മനാഭ സാറാണെന്ന് തോന്നുന്നു. സാറ് ഈ തള്ളയെ മോനെ കാണാൻ പാടില്ല. വാടായിക്കോടും. ഇവനെയും കൂട്ടി അകത്തെങ്ങാനും പോയി ഇരുന്നോണം. കുറച്ചു നേരത്തേക്ക് പുറത്തേക്ക് കണ്ടുപോകരുത് രണ്ടിനെയും. കല്യാണത്തിന്റെ ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം ഗിരിയേട്ടൻ നോക്കിക്കോളും. പാർ ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഗിരിയേട്ടനെ വിളിച്ച് എന്ത് വിഷമമുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞാൽ മതി. ദേ, നിങ്ങൾ രണ്ടാളും മനസ്സ് തുറന്നും സംസാരിച്ച തീരുന്ന പ്രശ്നമേ. ശരിയാ, പാറുവിനും ഗിരിയേട്ടനെ അറിയാം. ഗിരിയേട്ടനും പാറുവും ചെറുപ്പം തൊട്ട് ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ. നിങ്ങൾക്ക് എന്തും തുറന്ന് സംസാരിക്കാലോ. എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും അതെല്ലാം ഉറപ്പായിട്ടും കൂളാക്കും ഗിരിയേട്ടൻ. അപ്പോ കല്യാണത്തിന് മുമ്പ് ഗിരിയേട്ടനെ കണ്ട് എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സംസാരിക്കല്ലേ? പിന്നല്ലാതെ. ആ പിന്നെ ഗിരിയേട്ടനോട് പ്രത്യേകം പറയണം, എന്റെ കല്യാണം നീട്ടിവെച്ചാലും കുഴപ്പമൊന്നുമില്ല. ജോയ്സി വീട്ടിൽ വന്ന് പറഞ്ഞ പോലെ
ഗിരിയേട്ടന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന്. അമ്മാവൻ എന്തായാലും കല്യാണത്തിന്റെ ഡേറ്റ് ഉടനെ തീരുമാനിക്കും, അത് ഉറപ്പല്ലേ? അതെ. ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. വാ 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 വാ. അപ്പോ ക്യാമ്പിന്റെ കാര്യം എന്തായി? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാരോട്ട് സംസാരിച്ചോ? പൂവച്ച, പിന്നെ 1-2 പെർമിഷൻ ലെറ്റർ കൂടി വാങ്ങാനുണ്ട്. അതിപ്പോ തന്നെ ഞാൻ സംഘടിപ്പിച്ചോളാം. അന്നദാനത്തിന് ഏകദേശം എത്ര പേര് വരുന്നു നോക്കി അതിന്റെ ഒരു കണക്ക് നീ കാറ്ററിംഗുകാരെ വിളിച്ചു പറയണം. ആ പറയാച്ച. ഏടാതെ ഞാൻ നേതൃത്വം കൊടുത്ത് നടത്തുന്ന കാര്യ, അതിന് ഒരു കുറവും വരാൻ പാടില്ല. വന്നാ അതിന് നാണക്കേട് എനിക്കാ. പ്രോഗ്രാം നല്ല വിജയമായിരിക്കും അച്ഛാ. ആ ആ ആവണം. ആ നീ ഒന്ന് പാറുവിനെ വിളിച്ചേ.